ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ അവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ചിലപ്പോൾ 2 സംഘങ്ങളായി തിരിഞ്ഞു, ചിലപ്പം കളിക്കുന്നു, ചിലപ്പോൾ വഴക്കിടുന്നു. ഇവരാൾക്കൂട്ടമായിട്ട് രൂപപ്പെടുമ്പോൾ സംഘം ചേർന്നിട്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ മറ്റവനെ അടിച്ചു കൊല്ലടാ എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഈ പറയുന്ന ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കുട്ടികളിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കുട്ടികളിൽ മാത്രം ഇത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഓരോ ഇൻഡിവിജ്വലും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വലിലും അവനവൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എൻ്റെ ചിന്താരീതികളിൽ ലെറ്റ് ഗോ ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും ഈ പറയുന്ന മറ്റുള്ളവരുടെ സ്ഥലത്ത് നിന്ന് ചിന്തിക്കാനുള്ള എമ്പതി ഡെവലപ്പ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി എടുക്കാനും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് എടുക്കാൻ പറ്റണം. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കെടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മളുടെ രീതികളെ മാറ്റാൻ ഓരോ പൗരനും പറ്റണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ 2 കുട്ടികളെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ആകെത്തുക സമൂഹത്തിൻ്റെ ആകെത്തുക ഇതിന് വിപരീതവും ആവുകയാണെങ്കിൽ ഈ 2 കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായും അവൻ അപ്പുറത്തേക്ക് ചാടും. അവൻ എങ്ങനെ നിലനിൽക്കും? സഹിക്കേണ്ടി വരും പലതും. ആ സഹനശേഷി പലപ്പോഴും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അവൻ വിക്ടിമൈസ് ചെയ്യപ്പെടേണ്ടി വരും. മണ്ടന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് വിവരമുള്ള ഒരാളെ തകർത്തുകളയും, അങ്ങനെയും പറയും. കാരണം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് ചെന്നിറങ്ങുന്നതെങ്കിൽ, അക്രമികളുടെ ഒരു സമൂഹത്തിലേക്കാണ് ശാന്തനായ ഒരുത്തൻ ചെന്നിറങ്ങുന്നതെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന നന്മയെ ബാക്കിയുള്ളവരുടെ പരിഹസിച്ച് ഇവരെ കൊല്ലാക്കൊല ചെയ്യില്ലേ? അല്ല, ആ നന്മയ്ക്ക് അവിടെ വാല്യൂ ഇല്ലാതായി പോകുമല്ലോ. അതെ, ഈ നന്മ തിരിച്ചറിയണ്ടേ? ഈ നന്മ അപ്പുറത്ത് നിൽക്കുന്നവന് തിരിച്ചറിയാൻ പറ്റണ്ടേ? ഇവിടെ എപ്പോഴും ലൗഡായിട്ട് കേൾക്കുന്നത് എപ്പോഴും എങ്ങനത്തെ ശബ്ദമാണ് അല്ലേ? അപ്പോൾ അവിടെ ഈ കൂടുതൽ ആൾക്കാർ ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ മാറി ചിന്തിക്കേണ്ട എന്നല്ല, ചിന്തിച്ചാൽ പോലും നമുക്ക് പല ചേഞ്ചസും ഉണ്ടാക്കി വരാൻ പറ്റും. പക്ഷേ എല്ലാവരും മാറിയിട്ടേ ഞാൻ മാറുള്ളൂ എന്നുള്ള ചിന്തയും പ്രാവർത്തികമല്ല. ഓരോരുത്തരും മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ സമൂഹത്തിന് ആകത്തുകയായിട്ട് അങ്ങനെ ഒരു മാറ്റം കിട്ടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.